മുഹൂർത്തങ്ങൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. പൊന്നാനി താലൂക്കിലെ വിവിധ കേന്ദ്രങ്ങളിൽ UDF സ്ഥാനാർത്ഥി അബ്ദുൾ സമദ് സമദാനി പര്യടനം നടത്തി. പൊന്നാനി പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി അബ്ദുൾ സമദ് സമദാനി പൊന്നാനി താലൂക്കിലെ വിവിധ കേന്ദ്രങ്ങളിൽ സന്ദർശനം നടത്തി. കാലത്ത് കണ്ടകുറമ്പക്കാവ് ക്ഷേത്രാങ്കണത്തിൽ നിന്നായിരുന്നു ഇന്നത്തെ പര്യടനം ആരംഭിച്ചത്. തുടർന്ന് പൊന്നാനി താലൂക്കിലെ വിവിധ ക്യാമ്പസുകളിൽ ഇദ്ദേഹം പര്യടനം നടത്തി. നമ്മുടെ നാട്ടുകാരുടെ, ജനങ്ങളുടെ ഒരു ആവേശം, അവരുടെ ഒരു സ്നേഹത്തിൽ നമുക്ക് മനസ്സിലാവുമല്ലോ അവരുടെ മനസ്സിലെന്താ ഉള്ളതെന്ന്. അപ്പോൾ അതുകൊണ്ട് അത് വെച്ച് നോക്കുമ്പോൾ ജനങ്ങളുടെ ഭാഗത്തുണ്ടാകുന്നത് വളരെ ഊർജ്ജസ്വലമായിട്ടുള്ള, വളരെ സ്നേഹം നിർഭരമായിട്ടുള്ള പ്രതികരണമാണ്. നല്ലൊരവസ്ഥയാണ്. ഈ നട്ടുച്ച ചൂടിലും എവിടെ പോയാലും വലിയ ജനക്കൂട്ടും നമ്മുടെ സൗഹൃദ സദസ്സുകൾ നടക്കുന്നുണ്ട്. അവിടെ ആവട്ടെ, എവിടെയെങ്കിലും പോയാലാവട്ടെ, ഇവിടെ ഇപ്പോൾ ഈ വളരെ പവിത്രമായിട്ടുള്ള ആരാധനാലയത്തിൻ്റെ തിരുമുറ്റത്തും എല്ലായിടത്തും ഇതുപോലൊക്കെ കാണുന്നത് വളരെ വലിയൊരു ആവേശം എന്ന് പറഞ്ഞാൽ പോലെ ഒരു സ്നേഹമാണ്. അതിൻ്റേതായിട്ടുള്ള ഒരു ഊർജമുണ്ട് എൻ്റെ സ്ഥാനാർത്ഥി യാത്രയിലുടനീളം. ആത്മവിശ്വാസം കൂടുതലാണ്. തീർച്ചയായിട്ടും. കാരണം ഞാൻ പൊന്നാനിയിലെ ഒരു വോട്ടറാണ്. എൻ്റെ വീട് ഇവിടെയാണ്. ഇവിടുന്നാണ് ഞാൻ MLA ആയത്. ഇവിടുന്നാണ് ഞാൻ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ച് ജയിച്ചത്. MLA ആയിരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷമാണ് നാട്ടുകാർ കണ്ടത്. അന്ന് ഭൂരിപക്ഷത്തിൻ്റെ കാര്യത്തിൽ കേരളത്തിലത് 3ാം സ്ഥാനമായിരുന്നു. കോട്ടക്കൽ മണ്ഡലം നിലവിൽ വന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പാണത്. അത് അന്ന് മണ്ഡലത്തിൻ്റെ ഒരു ഘടന വെച്ച് നോക്കുമ്പോൾ അത് വലിയ വോട്ടാണ്, അവിടുത്തെ രാഷ്ട്രീയ ഘടന വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ ജനങ്ങളെല്ലാവരും വളരെ നന്നായി, എല്ലാവരും പല മേഖലകളിൽ നിന്നുള്ള ഒരു വോട്ട് ചെയ്തു എന്നാണ് അന്ന് അതിന് മനസ്സിലായിട്ടുള്ളത്. PT അജയ് മോഹൻ, V സെയ്ദ് മുഹമ്മദ് തങ്ങൾ, ജയപ്രകാശ്, PK അഷ്റഫ്, NB നബീൽ തുടങ്ങിയ നിരവധി നേതാക്കൾ അനുഗമിച്ചു.